എല്ലാ ഷുഗർ പേഷ്യൻസിനും ഈ ഒരു സ്വീറ്റ്സ് കാണുമ്പോൾ അത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും അവർ പ്രിഫർ ചെയ്യുന്നത് സ്വീറ്റ്സ് ഇല്ലെങ്കിൽ എന്താ നമുക്ക് ഫ്രൂട്ട്സിലോട്ട് പോവാം. അപ്പൊ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. പക്ഷേ എല്ലാ ഫ്രൂട്ട്സും ഒരു പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില ഫ്രൂട്ട്സ് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൽ തന്നെ നമുക്ക് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് അതിൽ കൂടുതലായിട്ടും ആ ഒരു ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഷുഗർ കൂടാനുള്ള ഒരു കഴിച്ചതും നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ആ ഒരു ഷുഗർ കൂടാനുള്ള ചാൻസും, അതേപോലെ തന്നെ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് വളരെ അധികം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചില ഫ്രൂട്ട്സ് നമ്മളുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ നിന്ന്, അതായത് ഷുഗർ പേഷ്യൻസിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ്, അതായത് ഈ ഒരു പഴുത്തതായിട്ട് വരുന്ന ഫ്രൂട്ട്സ് കൂടുതലായിട്ടും പറയണമെങ്കിൽ മാങ്ങ അത് പഴുത്ത മാങ്ങ എപ്പോഴും അതിന് ഷുഗർ കണ്ടന്റും കൂടുതലാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഷുഗർ ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മാമ്പഴം പോലെ തന്നെ വരുന്നതാണ് ഈ ഒരു പഴം. അതായത് പഴുത്ത പഴം എത്രത്തോളം അതിന്റെ നിറം മാറുന്നോ അത്രത്തോളം അതിലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് വളരെ അധികം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു അത്തിപ്പഴം ഇങ്ങനത്തുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിവതും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ അധികം ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. രണ്ടാമത് വെച്ച് നമുക്ക് പറയണമെങ്കിൽ മേ ബി കൂടുതലായിട്ടും ഡോക്ടേഴ്സ് ഓറഞ്ച് കഴിക്കാമെന്നൊക്കെ പറയാം. പക്ഷേ ഈ ഒരു ഓറഞ്ചും പഴുപ്പ് കൂടുതലായിട്ടുള്ള ഓറഞ്ച് ആണെങ്കിൽ അത് കഴിവതും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതും ഇതേപോലെ തന്നെ ഒരു ഷുഗർ കണ്ടൻസ് കൂടുതലായതുകൊണ്ട് മേ ബി കൂടാനുള്ള ചാൻസും, അതേപോലെ തന്നെ ഒരു ഗ്രേപ്സ് മുന്തിരിയിലും ഇതേപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടിയായിട്ടുള്ള ഒരു ചാൻസും, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ അധികം കൂടുതലായിരിക്കും. കമ്പയർ ടു നമുക്ക് വേറെ ഫ്രൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെ അധികം കൂടുതലായിരിക്കും. ഇതേപോലെ ലാസ്റ്റ് നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു ഡേറ്റ്സ് കഴിക്കുന്നത് വളരെ അധികം നല്ലതാണ്. പക്ഷേ ഡേറ്റ്സ് നല്ലോണം സ്വീറ്റ് ആയിട്ടുള്ള ആ ഡേറ്റ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക. പക്ഷെ നമുക്ക് മേ ബി ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് കാരക്കയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതിലൊക്കെ അത്ര ഷുഗറിന്റെ കണ്ടൻസ് വളരെ അധികം കുറവായിരിക്കും. പക്ഷെ ചില ഡേറ്റ്സ് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്വീറ്റ്നെസ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തുള്ള ഡേറ്റ്സും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഒരു ഷുഗർ വരാതിരിക്കാൻ ഇത് പ്രിവെന്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമസ്കാരം.